നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിലെ കാലാവസ്ഥാ മുന്നറിയിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. യുഎഇയിൽ ഉടനീളം പൊടിപടലവും ഭാഗികമായ മേഘാവൃതവും ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഇറങ്ങുന്നവർക്കൊക്കെ മുന്നറിയിപ്പുമായിട്ടാണ് കാലാവസ്ഥാ കേന്ദ്രം രംഗത്തെത്തുന്നത്. നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി ഇന്ന് പുറത്തിറക്കിയിട്ടുള്ള കാലാവസ്ഥാ പ്രവചനത്തിൽ ദിവസം മുഴുവൻ പൊടി നിറഞ്ഞതും ഭാഗികവുമായിട്ടുള്ള മേഘാവൃതമാണ് ഉണ്ടാകുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കടലിൽ ചിലപ്പോൾ ശക്തി പ്രാപിച്ചേക്കാവുന്ന സാഹചര്യമുണ്ട്. മിതമായിട്ടുള്ളതോ അതോ പുതിയതോ ആയിട്ടുള്ള കാറ്റ് ഇതുമൂലം ഉണ്ടായേക്കാമെന്നുമുള്ള സൂചനയാണ് നൽകുന്നത്. ഇത് കരയിലുടനീളം പൊടിപടലങ്ങൾ വീശാൻ കാരണമായേക്കുമെന്ന് അറിയിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിൽ താപനില 28 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയും തീരപ്രദേശങ്ങളിലും ദ്വീപുകളിലും 24 ഡിഗ്രി സെൽഷ്യസ് മുതലും 29 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള ഉയർന്ന താപനിലയാണ് അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളത്. പർവ്വതങ്ങളിൽ 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്ന താപനിലയായിരിക്കും അനുഭവപ്പെടുക എന്നാണ് സൂചന. രാത്രിയാകുമ്പോൾ ഈർപ്പത്തിന്റെ അളവ് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ചില ആന്തരിക പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അറേബ്യൻ ഗൾഫിൽ കാലാവസ്ഥ വളരെ പ്രക്ഷുബ്ധമായിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. ഒമാൻ കടലിൽ കാലാവസ്ഥ വളരെ പ്രക്ഷുബ്ധമായിരിക്കും, അതിനാൽ ജാഗ്രത പാലിക്കണമെന്നാണ് പറയുന്നത്. അതേസമയം യുഎഇയിലെ കാലാവസ്ഥയെ അതിജീവിക്കുക എന്നത് സാധാരണപ്പെട്ട ആളുകൾക്കൊക്കെ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. യുഎഇയിലെ ചൂടുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടി സാധാരണ ആളുകൾ ചെയ്യുന്നത് ജലാംശം നിലനിർത്തുന്ന രീതിയിൽ തണലും എയർ കണ്ടീഷനിങ്ങും ഒക്കെ നൽകുന്ന സാഹചര്യങ്ങളെ കണ്ടെത്തുക എന്നതാണ്. നേരിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വസ്ത്രധാരണ രീതി. കൂടാതെ ഏറ്റവും ചൂടേറിയിട്ടുള്ള സമയങ്ങളിൽ ഇൻഡോർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതാകും ഇവർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക എന്നും ഉദ്യോഗസ്ഥർ അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജലത്തിൻ്റെ സാന്നിധ്യം അത് ഏറ്റവും കൂടുതൽ പ്രധാനമാണ്. ദാഹം തോന്നിയില്ല എങ്കിൽ പോലും ദിവസം മുഴുവൻ ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് പറയുന്നത്. തണലും എയർ കണ്ടീഷനിങ്ങും തേടുക എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തണലുള്ള സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കുക. സാധ്യമാകുമ്പോഴെല്ലാം എയർ കണ്ടീഷൻ ചെയ്ത ഇടങ്ങളിൽ ഉപയോഗിക്കുക. നിങ്ങളുടെ ശരീരത്തിന് താപനില നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിന് അഴഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായിട്ടുള്ള ശ്വസിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ദിവസങ്ങളിൽ ഏറ്റവും ചൂടേറിയിട്ടുള്ള സമയങ്ങളിൽ സാധാരണയായി രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 4 മണിക്ക് ഇടയിലുള്ള സമയത്തിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. സൂര്യസംരക്ഷണം ഉപയോഗിക്കുക, അതായത് ഉയർന്ന SPF ഉള്ള സൺസ്ക്രീൻ പുരട്ടുക, തൊപ്പി ധരിക്കുക. സൂര്യന്റെ ദോഷകരമായിട്ടുള്ള രശ്മികളിൽ നിന്ന് സ്വയം പരിരക്ഷയ്ക്ക് ഇതൊക്കെ സഹായിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേപോലെ തന്നെ തണുത്ത മഴ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ശരീര താപനില കുറയ്ക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ ഷവർ അത് ഒക്കെ ഉപയോഗിച്ച് കുളിക്കുക എന്നുള്ളതാണ്. ചെറിയ പതിവ് ഭക്ഷണം അത് ചെറിയ രീതിയിലാക്കണമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുകയാണ്. വലിയ കനത്ത ഭക്ഷണമൊക്കെ കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. ഇത് ചൂട് അനുഭവപ്പെടാൻ കാരണമാക്കും. അതുകൊണ്ട് തന്നെ ലളിതമായ രീതിയിലുള്ള ഭക്ഷണക്രമമായിരിക്കും ഏറ്റവും കൂടുതൽ അനുയോജ്യമാകുന്നത്. അതേപോലെ തന്നെ തണുത്ത മഴ ഉന്മേഷകരമായി തോന്നുന്നുവെങ്കിലും തണുത്ത മഴ ഒഴിവാക്കുക. കാരണം അവ നിങ്ങളുടെ ശരീരത്തിൽ രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാകും. ഇത് താപനില നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അതായത് നേരിയ നിലയിലുള്ള ഒരു തണുത്ത മഴ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ഇനിയുള്ളത് പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഷോപ്പിംഗ് മോളുകളിലൊക്കെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. ദുബായിലും അബുദാബിയിലും വൈവിധ്യമാർന്നിട്ടുള്ള വിനോദ ഡൈനിങ് ഓപ്ഷനുകളൊക്കെ വാഗ്ദാനം ചെയ്യുന്ന നിരവധി വലിയ എയർ കണ്ടീഷൻ ചെയ്ത ഷോപ്പിംഗ് മോളുകളുണ്ട്. ഇത്തരത്തിലുള്ള മോളുകളെയും മ്യൂസിയങ്ങളെയും സാംസ്കാരിക സ്ഥലങ്ങളെയും ഒക്കെയാണ് കൂടുതലായി തിരഞ്ഞെടുക്കേണ്ടുന്നത്. പ്രദേശത്തിൻ്റെ ചരിത്രത്തെയും കലയെയും കുറിച്ചറിയാൻ മ്യൂസിയങ്ങളിലും സാംസ്കാരിക ആകർഷണമായി അവയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ഇത്തരത്തിൽ കാലാവസ്ഥയെ അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് അവിടേക്ക് പോകുക എന്ന് പറയുന്നു. എന്തായാലും ഇന്ന് ഇപ്പോൾ യുഎഇയിലെ കാലാവസ്ഥ മുന്നറിയിപ്പ് പുറത്തു വരുമ്പോൾ ശക്തമായിട്ടുള്ള പൊടി പടലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനു വേണ്ടുന്ന എല്ലാതരം മുന്നറിയിപ്പുകളും എടുക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ സൂചന നൽകുന്നത്.